ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ CPM കടുത്ത ആശങ്കയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എ പത്മകുമാറിന്റെ അറസ്റ്റ് CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത് CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പത്മകുമാറിന്റെ അറസ്റ്റ്. വാസുവിന്റെ അറസ്റ്റ് വരെ ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന ന്യായീകരണത്തിൽ പിടിച്ചു നിന്നുവെങ്കിൽ ഇനി അത് സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് CPM. നിലവിലെ അവസ്ഥയിൽ CPMനെ ഭയപ്പെടുത്തുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുവഴി എങ്ങാനും പിണറായി വിജയന്റെ അടുത്ത വിശ്വസ്തനായ നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവനിലേക്കും അന്വേഷണം എത്തുമോ എന്നുള്ളതാണ്. കടകംപള്ളിക്ക് നേരെ പല സംശയമുനകളും നീളുന്നുണ്ട്. നിലവിൽ പിണറായി സർക്കാരിന്റെ കാലത്തെ 2 ദേവസ്വം പ്രസിഡന്റുമാരും അറസ്റ്റിലാണ്. മറ്റൊരു പ്രസിഡന്റ് PS പ്രശാന്തും ആരോപണ നിഴലിൽ. ഇതെല്ലാം വോട്ട് ചോദിച്ചു പോകുമ്പോൾ എങ്ങനെ ന്യായീകരിക്കും എന്നതാണ് CPM നേതാക്കളെ അലട്ടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള വൻ പ്രഖ്യാപനങ്ങളുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിയ പിണറായി സർക്കാരിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തിരിഞ്ഞുകുത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ അല്ലാതെ സർക്കാരിന്റെ നേട്ടങ്ങൾ പോലും ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യിക്കാൻ പറ്റാത്ത വിഷമാവസ്ഥയിലാണ് നേതാക്കൾ. ധൈര്യമുണ്ടെങ്കിൽ ശബരിമലയിൽ നിന്ന് ഒന്നും കട്ടില്ല എന്ന് പറയണം, ഇല്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി തുടരുമ്പോഴാണ് ശബരിമല തീർത്ഥാടനവും ആരംഭിച്ചിരിക്കുന്നത്. പതിവിന് വിപരീതമായി ഇക്കുറി വൻ തിരക്കാണ് ആദ്യ ദിവസങ്ങളിൽ കണ്ടത്. ഭയാനകമായ സ്ഥിതിയെന്ന് പറഞ്ഞ് ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെട്ടു. മാധ്യമങ്ങളും പ്രതിപക്ഷവും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു. തീർത്ഥാടന കാലത്തിന് മുൻപ് മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്ന ആരോപണമാണ് ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുമ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നത്. ഇത് ഇടതുമുന്നണിയെ വല്ലാതെ വലയ്ക്കുമെന്ന് ഉറപ്പാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ആകെ പെട്ടുനിൽക്കുന്ന സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. അതിനിടെ പത്മകുമാറിന്റെ അറസ്റ്റിൽ CPM പ്രതിരോധത്തിൽ അല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞത്. കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല, സ്വർണ്ണക്കൊള്ളയിൽ CPMന് പങ്കില്ല, കുറ്റക്കാരനാണോ എന്ന് കോടതിയാണ് പറയേണ്ടത്. പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റം തെളിയിക്കണം. ഏത് ഉന്നതനായാലും പാർട്ടി സംരക്ഷിക്കപ്പെടില്ല. SITയുടെ അന്വേഷണം തുടരുന്നതേയുള്ളൂ. പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയല്ല, അതുൾപ്പെടെ എല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നായിരുന്നു ഗോവിന്ദന്റെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കിയത്. ശിവൻകുട്ടിയും ഗോവിന്ദനും പത്മകുമാറിനെ ന്യായീകരിച്ചില്ല എങ്കിലും ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് CPM നേതാക്കളും ആകെ വിഷമാവസ്ഥയിൽ തന്നെയാണ് എന്നാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ മറ്റ് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥർ അടക്കമുള്ള പ്രതികളും പെരുമാറിയത് എ പത്മകുമാറിന്റെ തിരക്കഥയനുസരിച്ചാണ് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് നടന്നത് എന്നാണ് SIT പറയുന്നത്. സ്വർണ്ണക്കൊള്ളയിലൂടെ വലിയ തോതിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് നടത്തിയ ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മുരാരി ബാബു മുതൽ N വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയത് എന്നാണ് ഇവരുടെ മൊഴികളിൽ ഉള്ളത് എന്നും സൂചനകളുണ്ട്. പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം SIT വിശദമായി അന്വേഷിച്ചു വരികയാണ്. കേസിൽ 8ാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ 2019 ബോർഡിനെ നേരത്തെ തന്നെ പ്രതി ചേർത്തിരുന്നു. KT ശങ്കർദാസ്, പാലവിള N വിജയകുമാർ എന്നിവരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ. കട്ടിളപ്പാടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്തിൽ ഉണ്ടായിരുന്ന സ്വർണം പൂശിയ എന്ന പരാമർശം ഒഴിവാക്കി ദേവസ്വം കമ്മീഷണർ N വാസു നൽകിയ ശുപാർശ ദേവസ്വം ബോർഡ് അതേപടി അംഗീകരിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ അറിവോടെയായിരുന്നു തട്ടിപ്പ് എന്നാണ് N വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 3 ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് SIT.